നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പോയി തല വെക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ പൈസയും പോയി മനസ്സമാധാനവും പോയി, ഇപ്പോൾ ഇതാ ഉറക്കവും ഇല്ല എന്നൊക്കെ വിചാരിച്ചേ. അപ്പോൾ ആദ്യം നമ്മളിത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, അയ്യോ പൈസ പോയല്ലോ. നിങ്ങളിൽ എത്ര പേര് മറ്റുള്ളവർക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട്? പലരും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ എത്ര പേർക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതിരുന്നിട്ടുണ്ട്? അങ്ങനെയും കുറേ ആൾക്കാർ കാണും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനിത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ത്യൻസിൻ്റെ ഇടയിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഇതാ ഈ കടം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ. ഓസ്ട്രേലിയയിലൊന്നും ഞാൻ അത്രയും കണ്ടിട്ടില്ല. ഞാനും കൂട്ടുകാരുടെ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല, പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ. അതും അങ്ങനെ വലിയ എമൗണ്ടൊന്നും അല്ല, ഈ 100, 200 അങ്ങനെയുള്ള എമൗണ്ടൊക്കെ, കൂടിപ്പോയാൽ 500, അതിൽ കൂടുതലൊന്നും ഇല്ല. പക്ഷേ ആ സമയത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 2000-ലെയൊക്കെ കാര്യമാണ് പറയുന്നത്, ഒരു 10-25 വർഷം മുമ്പുള്ള കാര്യമാണ്. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു 500 എന്നൊക്കെ പറയുന്നത് വലിയ എമൗണ്ടാണ്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ആരും പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ആർക്കും തിരിച്ചു കൊടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈവൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ച പൈസ പോലും തിരിച്ചെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കഥ പറയാം. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഈ സീനിയേഴ്സൊക്കെ വന്ന പൈസയൊക്കെ ചോദിക്കുമായിരുന്നു. എന്നോടെല്ലാ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമായിരുന്നു, ഈ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ എനിക്കൊന്ന് കൂട്ടുകാരൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് അങ്ങനെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഒരാൾ മാത്രം വന്ന് ചോദിച്ചു, അത് കടമായിട്ടാണ് ചോദിച്ചത്, ഒരു സീനിയർ ഒരാൾ. എന്തോ 400 രൂപ എങ്ങാണ്ടാ. അത് പിന്നെ ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനും കിട്ടിയത് തന്നെ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ആ പുള്ളി പറഞ്ഞ പോലെ തന്നെ എന്തോ 1 ആഴ്ച 2 ആഴ്ച എങ്ങാണ്ട് കഴിഞ്ഞ് അപ്പം ആ എമൗണ്ട് നമ്മുടെ കൊണ്ട് തിരിച്ചു തന്നു. അപ്പം ഞാൻ ഭയങ്കര ഒരു സർപ്രൈസ്ഡായി. ഇത്ര ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത്ര പ്രശ്നക്കാരല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു 25 വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ച ഒരാളാണ്. അപ്പോഴൊന്നും സംഭവിക്കാത്തൊരു കാര്യമാണ് എനിക്ക് ഓസ്ട്രേലിയ പോയിട്ട് പറ്റിയത്. ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തായിരുന്നു. അത് എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്ത ഓസ്ട്രേലിയൻ ലേഡിയാണ്. അവർ എന്നെക്കാട്ടി കുറച്ച് പ്രായമൊക്കെ ഉള്ള, അവർക്ക് 2 പിള്ളേരും ഒക്കെ ഉള്ള ഒരു സിംഗിൾ മദറൊക്കെയാണ്. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചല്ല, ഒരു സ്ഥലത്തല്ല ജോലി ചെയ്യുന്നത്, നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് ഒന്നും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ ചോദിച്ചത്, എന്ത് ഭയങ്കര ഒരു എമർജൻസിയാണ്, പൈസ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത്. എന്നോടും വലിയ കാര്യമൊക്കെ ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെ അല്ലാതെ അവരങ്ങനെ വലിയൊരു പ്രശ്നക്കാരായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടുമില്ല. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ആ പൈസ അയച്ചു കൊടുത്തു. ഇതിപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ റുപ്പി ഏതാണ്ട് ഒരു 25,000 അങ്ങാണ്ട് വരും. അവർ പറഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചത്. പക്ഷേ 1 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു. അപ്പം പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവരങ്ങ് എന്നെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ആ പൈസ ഏതായാലും ഇനിയും പോയി. അവരെവിടെ താമസിക്കുന്നത് പോലും നമുക്കറിയത്തില്ല. ഈ ജോലിയിലുള്ള കണ്ട് അങ്ങനെ പരിചയമല്ലാതെ നമുക്ക് അവരെ അങ്ങനെ പുറത്ത് ഒന്നും കണ്ടു പരിചയമില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ പൈസ പോയതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പൈസ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. അതോ ഇനി എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ തോന്നിയതാണെന്ന് അറിയത്തില്ല. അതോ ഇനി എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആദ്യം നമ്മളിത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, അയ്യോ പൈസ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ തന്നെ കുറേ അങ്ങ് ബ്ലെയിം ചെയ്യും. എന്തോ എൻ്റെ ആവശ്യമായിരുന്നു, കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവരുടെ ഒരു സൈഡിൽ നിന്ന് അവരെ തന്നെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുക. അയ്യോ അവരുടെ അത്രയും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കും തരാത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ ഒരു സൈഡ് നിന്നിട്ട് അവരെ തന്നെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യും. ഇത് നമ്മൾ ചെയ്യുന്ന നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കര അങ്ങ് ഡിപ്രസ്ഡായ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ടി വി കാണാൻ ഒക്കുന്നില്ല. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടന്നാൽ പിന്നെ ഉറക്കം വരുന്നില്ല. ഞാൻ ഇങ്ങനെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതെൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ എക്സ്പീരിയൻസ് വരുവാണെങ്കിൽ പിന്നെ ആ കാര്യം തന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഫോക്കസ് അങ്ങോട്ട് വേറെ ഒന്നിലോട്ടും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ പൈസയും പോയി മനസ്സമാധാനവും പോയി, ഇപ്പോൾ ഇതാ ഉറക്കവും ഇല്ല എന്നൊക്കെ വിചാരിച്ചേ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു വിഷമമൊക്കെ വരുമോ ഞാനിങ്ങനെ ആലോചിച്ചു. പൈസയല്ലേ, നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ, എത്ര വലിയ കാര്യമായിട്ട് എടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും, നമ്മൾക്ക് ആ പൈസ പോയതല്ല വിഷമം, നമ്മളെ ഒരാൾ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രസ്റ്റ് ഒരാൾ ബ്രേക്ക് ചെയ്തു, അത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായത്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എനിക്കിപ്പോൾ ഒരു 44 വയസ്സൊക്കെ ആയി, കുറച്ചൊരു ലോകവിവരമൊക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ പൊതുവേ കുറച്ച് ചെറുപ്പമായിട്ടിരിക്കുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്. എനിക്കിപ്പോൾ ഇതിപ്പം ഒരു 10 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ചെറുപ്പക്കാരോടാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പോയി തല വെക്കരുത്. ചിലരുണ്ട് കയ്യിൽ പൈസ കാണത്തില്ല, പക്ഷേ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ പലരും കൊടുക്കുന്ന അയ്യോ അവരെന്ത് വിചാരിക്കും കൊടുത്തില്ലെങ്കിൽ, പിന്നെ അങ്ങനെ ചിലപ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ വരും. എനിക്കും അങ്ങനെ വരുമായിരുന്നു. ആരെങ്കിലും ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരും. പക്ഷേ പിന്നെ വിചാരിച്ചു നമ്മളെന്തിനാ ഗിൽറ്റി ഫീലിംഗ് അടിക്കുന്നത്? നിങ്ങളുണ്ടാക്കിയ പൈസ ആർക്ക് കൊടുക്കണമെന്ന് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിൽ ആർക്കും ജസ്റ്റിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളിനി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇനി ആ പൈസ പോയാലും നിങ്ങൾക്ക് ഇതുപോലെ മാനസിക പ്രശ്നവും ഫൈനാൻഷ്യൽ പ്രശ്നവും ഒന്നും വരത്തില്ല എന്ന് ഉള്ള ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. അല്ലെങ്കിൽ പാതിരാത്രി ആകുമ്പോൾ ഉറക്കമില്ലാതെ ഇതുപോലത്തെ ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് പറയുക. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക.